45,000-ഓളം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യമാണ് ബെലാറസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബൈലോറഷ്യ. 600 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ മുസ്ലിങ്ങൾ താമസമുണ്ടായിരുന്നു. റഷ്യക്കാരായ ടാറ്റാർ വംശജരാണ് ഇവിടെയുള്ള ആദ്യകാല മുസ്ലിങ്ങൾ. ഇപ്പോൾ പല അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ മുസ്ലിങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ബൈലോറഷ്യയിലെ മുസ്ലിങ്ങൾ വളരെയധികം സെക്കുലറായ ഒരു പാരമ്പര്യമുള്ളവരാണ്. റഷ്യയിൽ ആഭ്യന്തര യുദ്ധമുണ്ടായപ്പോൾ ജൂതന്മാരെ കൂട്ടക്കുരുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ബൈലോറഷ്യയിലെ മുസ്ലിങ്ങളാണ്. എങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ റഷ്യയിൽ ഭരണം നടത്തിയപ്പോൾ ഇസ്ലാം മതത്തെ നിരുത്സാഹപ്പെടുത്തുകയും അടിച്ചമർത്തുകയും ചെയ്തു. അനേകം പള്ളികൾ അടച്ചുപൂട്ടുകയും മുഖ്യ പുരോഹിതന്മാരെ സൈബീരിയയിലേക്ക് നാടുകടത്തുകയും ചില പുരോഹിതന്മാരെ വധിക്കുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധമുണ്ടായപ്പോൾ ജർമ്മനി മുസ്ലിങ്ങളുടെ രക്ഷകനായി അവതരിക്കുകയും മുസ്ലിങ്ങളുടെ പിന്തുണ നേടുകയും രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ജർമ്മൻകാർ ബൈലോറഷ്യ പിടിച്ചടക്കിയപ്പോൾ തലസ്ഥാനമായ മിൻസ്ക് നഗരത്തിലെ വലിയ ജമാഅത്ത് പള്ളി വീണ്ടും തുറന്നു പ്രവർത്തിക്കുവാൻ അനുവാദം നൽകി. റഷ്യയിൽ കമ്മ്യൂണിസം അവസാനിച്ചതോടെ ബൈലോറഷ്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും അതോടുകൂടി ഇസ്ലാം മതത്തിനും കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. 30 വർഷം മുമ്പ് ബൈലോറഷ്യയിൽ ഒരു ദേശീയ മുസ്ലിം സമ്മേളനം സംഘടിപ്പിച്ചു. അതോടുകൂടി മുസ്ലിം റിലീജിയസ് കമ്മ്യൂണിറ്റി എന്ന ഒരു സംഘടന ഉണ്ടാക്കുകയും ഇസ്മായിൽ അൽക്കേഡ്രോവിച്ച്, അബൂബക്കർ സബാനോവിച്ച് തുടങ്ങിയ നേതാക്കൾ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. എല്ലാവിധത്തിലും മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ ഗവൺമെൻറ് മുന്നോട്ട് വരുന്ന ഒരു രാജ്യമാണ് ബൈലോറഷ്യ. ഡെൻമാർക്കിൽ മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച സംഭവമുണ്ടായപ്പോൾ ആ കാർട്ടൂണിൻ്റെ കോപ്പി പ്രസിദ്ധീകരിച്ച പത്രാധിപരെ ബൈലോറഷ്യ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 3 വർഷത്തെ തടവാണ് ഈ പത്രാധിപർക്ക് ബൈലോറഷ്യൻ ഗവൺമെൻറ് നൽകിയത്. ഇത്തരത്തിൽ മുസ്ലിങ്ങളെ സ്വാധീനിക്കുവാൻ ബൈലോറഷ്യൻ ഗവൺമെൻറ് എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ബൈലോറഷ്യയിൽ 7 ജമാഅത്ത് പള്ളികളുണ്ട്. ബൈലോറഷ്യയുടെ തലസ്ഥാനമായ മിൻസ്ക് നഗരത്തിലുള്ള വലിയ ജമാഅത്ത് പള്ളി ഇപ്പോൾ പുനർനിർമ്മിക്കുകയും പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബൈലോറഷ്യയിൽ 30 ഇസ്ലാം മത സംഘടനകളുണ്ട്. അവയിൽ ഒന്ന് മാത്രമാണ് ഷിയാക്കളുടെ സംഘടന. ഇവിടെയുള്ള മുസ്ലിങ്ങൾ കൂടുതലും ഹനഫി വിഭാഗത്തിൽപ്പെട്ട സുന്നികളാണ്. മുസ്ലിങ്ങൾ പൊതുവെ റഷ്യൻ ഭാഷയും പോളിഷ് ഭാഷയും ബൈലോറഷ്യൻ ഭാഷയും സംസാരിക്കുന്നു. എന്നാൽ പള്ളികളിൽ പ്രാർത്ഥന നടത്തുന്നത് അറബിക് ഭാഷയിലാണ്. കേരളത്തിൻ്റെ 5 ഇരട്ടി വലുപ്പമുള്ള ഒരു വലിയ രാജ്യമാണ് ബൈലോറഷ്യ. പക്ഷേ ഇവിടെ 1 കോടി ജനങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. ബൈലോറഷ്യൻ എന്ന ഔദ്യോഗിക ഭാഷ ഉണ്ടെങ്കിലും ജനങ്ങളൊക്കെ സംസാരിക്കുന്നത് റഷ്യൻ ഭാഷയാണ്. 70% ജനങ്ങളും റഷ്യൻ ഭാഷ സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. പോളിഷ് ഭാഷയും ഉക്രൈനിയൻ ഭാഷയും യിഡിഷ് ഭാഷയും സംസാരിക്കുന്ന ന്യൂനപക്ഷങ്ങളും ഇവിടെയുണ്ട്. ബൈലോറഷ്യ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. കിഴക്കൻ യൂറോപ്പിലാണ് ബൈലോറഷ്യയുടെ സ്ഥാനം. റഷ്യയും ഉക്രൈനും പോളണ്ടുമാണ് ബൈലോറഷ്യയുടെ അയൽവക്ക രാജ്യങ്ങൾ. റഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം അലക്സാണ്ടർ ലുക്കഷെങ്കോ ബൈലോറഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റായി നിയമിതനായി. പിന്നീട് ഇതുവരെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം കൃത്രിമം കാണിക്കുകയും തുടർച്ചയായി പ്രസിഡന്റായി ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. റഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും അലക്സാണ്ടർ ലുക്കഷെങ്കോ റഷ്യയുടെ ഏജന്റ് ആയതുകൊണ്ട് ഫലത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു അതോറിറ്റേറിയൻ ഗവൺമെൻറ്റാണ് ഇവിടെ നിലവിലുള്ളത്. പൗരസ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവും വളരെ കുറവാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ വിലയിരുത്തുന്നു. പണ്ടുകാലത്ത് കമ്മ്യൂണിസ്റ്റ് റഷ്യയിലുണ്ടായിരുന്ന ഇടതുപക്ഷ നയങ്ങളാണ് ഈ രാജ്യത്ത് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഗവൺമെൻറ് നേരിട്ട് നടത്തുകയാണ്. ഗവൺമെൻറ്റിനെ എതിർക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന ഏക യൂറോപ്യൻ രാജ്യവും ബൈലോറഷ്യയാണ്. 25 വർഷം മുമ്പ് റഷ്യയും ബൈലോറഷ്യയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയും ഇത് പ്രകാരം ഒരു രാജ്യം പോലെ പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. യൂണിയൻ സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടന 2 രാജ്യത്തിലെയും പൗരന്മാർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യുവാനും ജോലി ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ മാതൃകയിലാണ് റഷ്യയും ബൈലോറഷ്യയും യോജിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അടുത്തുള്ള 10ഓളം രാജ്യങ്ങളെ റഷ്യയിൽ ചേർക്കുവാൻ മോസ്കോയിലെ ഗവൺമെൻറ് ഗൂഢപദ്ധതികൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഉക്രൈനായാലും പോളണ്ടായാലും കസാക്കിസ്ഥാനായാലും ഉസ്ബെക്കിസ്ഥാനായാലും റഷ്യയുടെ ഭാവി പദ്ധതികളിൽ അവ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷമായി ബെലാറസ് എന്ന പേരാണ് രാജ്യം ഉപയോഗിക്കുന്നത്. എങ്കിലും എല്ലാവരും ബൈലോറഷ്യ എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നു. റഷ്യക്കാർ ബൈലോറഷ്യ എന്ന് മാത്രമേ പറയാറുള്ളൂ.
രാഷ്ട്രപതി അലക്സാണ്ടർ ലുക്കഷെങ്കോയുടെ ഏകാധിപത്യത്തിനെതിരായി ധാരാളം സമരങ്ങൾ ബയലോറഷ്യയിൽ നടന്നിട്ടുണ്ട്. എന്നാൽ അവയൊക്കെ അടിച്ചമർത്തപ്പെടുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു. 6 തവണ തുടർച്ചയായി അദ്ദേഹം ഇലക്ഷനുകളിൽ കൃത്രിമം കാണിക്കുകയും വീണ്ടും വീണ്ടും രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അയൽരാജ്യങ്ങളായ പോളണ്ടും ലിത്വാനിയയും അദ്ദേഹത്തിൻ്റെ ഭരണത്തെ അംഗീകരിച്ചിട്ടില്ല. അതിനു പകരം പ്രതിപക്ഷ നേതാവ് സ്വിറ്റ്ലാന ട്രിഷ്കനോസ്കായാണ് അവർ രാഷ്ട്രപതിയായി അംഗീകരിക്കുന്നത്. ലിത്വാനിയയിൽ അവർക്ക് പ്രത്യേകമായ ഒരു വസതിയും അനുവദിച്ചിട്ടുണ്ട്. ലിത്വാനിൽ ഇരുന്നുകൊണ്ട് സ്വിറ്റ്ലാന ട്രിഷ്കോസ്കായ ബയലോറഷ്യയിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അതുപോലെ ബയലോറഷ്യയെ അംഗീകരിക്കാത്ത രാജ്യങ്ങളാണ് കാനഡയും ഇംഗ്ലണ്ടും അമേരിക്കയും. യൂറോപ്യൻ യൂണിയനും ഇതുവരെ ബയലോറഷ്യയെ അംഗീകരിച്ചിട്ടില്ല. ഈ രാജ്യങ്ങളെല്ലാം കൂടി ബയലോറഷ്യയുടെ മീതെ സാമ്പത്തികമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യയെ വളരെയധികം സഹായിച്ച ഒരു രാജ്യമാണ് ബയലോറഷ്യ. ബയലോറഷ്യയിൽ നിന്ന് ഉക്രൈനെ ആക്രമിക്കുവാനും റഷ്യക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോർവേ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും ബയലോറഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ബയലോറഷ്യയിലെ ജനങ്ങൾക്ക് റഷ്യക്കാർക്ക് തുല്യമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നൽകിയതുകൊണ്ട് അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നുണ്ട്. റഷ്യക്ക് പുറമെ ചൈനയുമായും ബയലോറഷ്യ അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്നുണ്ട്. രാഷ്ട്രപതി അലക്സാണ്ടർ ലുക്കഷെങ്കോ പലതവണ ചൈനയിൽ പോയിട്ടുണ്ട്. സിറിയ പോലെയുള്ള മുസ്ലിം രാജ്യങ്ങളുമായും ബയലോറഷ്യ അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്നു. ബയലോറഷ്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോഴും കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഉരുളക്കിഴങ്ങ് കൃഷിയും കന്നുകാലി വളർത്തലും ഇവിടെ വളരെ പ്രധാനമാണ്. ബയലോറഷ്യയുടെ തലസ്ഥാനമായ മിൻസ്ക് നഗരം 20 ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്ന ഒരു മഹാനഗരമാണ്. മികച്ച പബ്ലിക് ട്രാൻസ്പോർട്ട് സൗകര്യവും ധാരാളം ലക്ഷറി ഹോട്ടലുകളും ഇവിടെയുണ്ട്. മികച്ച ബാങ്കുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും റെസ്റ്റോറൻറ്റുകളും ഈ നഗരത്തെ അലങ്കരിക്കുന്നു. എങ്കിലും റഷ്യൻ രീതിയിലുള്ള പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ നഗരത്തിൻ്റെ സൗന്ദര്യം നശിപ്പിക്കുന്നു. ബിഗ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് വിശ്വസിക്കുന്ന റഷ്യക്കാർ ബയലോറഷ്യയിൽ പഴയ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൻ്റെ രീതിയിൽ ധാരാളം കെട്ടിടങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അവയൊന്നും സൗന്ദര്യബോധമുള്ള രീതിയിലല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. പൗരാണികമായ അനേകം കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുകയും ആധുനികമായ കൂറ്റൻ കെട്ടിടങ്ങൾ അവയുടെ സ്ഥാനത്ത് കൊണ്ടുവരികയുമാണ് റഷ്യക്കാർ ബയലോറഷ്യയിൽ ചെയ്തിട്ടുള്ളത്. വീതിയുള്ള റോഡുകളും വലിയ കെട്ടിടങ്ങളുമാണ് ഭംഗിയെന്ന് റഷ്യക്കാർ വിശ്വസിക്കുന്നു. എന്നാൽ ഇടുങ്ങിയ തെരുവുകളും മനോഹരമായ പഴയ കെട്ടിടങ്ങളുമാണ് ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നതെന്ന് റഷ്യക്കാർക്ക് അറിയുകയില്ല. ബയലോറഷ്യ ഒരു തണുപ്പുള്ള രാജ്യമാണ്. തണുപ്പ് കാലത്ത് -7 ഡിഗ്രി വരെ ടെമ്പറേച്ചർ താഴോട്ട് പോകാറുണ്ട്. എന്നാൽ ചൂടുകാലത്ത് സുഖകരമായ കാലാവസ്ഥയാണ്. 12 ഡിഗ്രിക്കും 24 ഡിഗ്രിക്കും ഇടയിലാണ് ചൂടുകാലത്തെ കാലാവസ്ഥ. കൂടുതൽ ടൂറിസ്റ്റുകൾ ബയലോറഷ്യ കാണാൻ വരുന്നതും ചൂടുകാലത്ത് തന്നെയാണ്. വാർ മ്യൂസിയവും ആർട്ട് പാലസും ചർച്ചുകളും കത്തീഡ്രലുകളും ബ്രൂവറി ടൂറുകളും ട്രാക്ടർ ഫാക്ടറിയും പഴയ KGB ഹെഡ്ക്വാർട്ടേഴ്സും നാഷണൽ ലൈബ്രറിയും കോട്ടകളും ബൊട്ടാണിക്കൽ ഗാർഡനും ഡ്രാമ തിയേറ്ററുകളും ടൂറിസ്റ്റുകളെ ബയലോറഷ്യയിലേക്ക് ആകർഷിക്കുന്നു. മികച്ച റെസ്റ്റോറൻറ്റുകളും ബയലോറഷ്യയുടെ തലസ്ഥാനമായ മിൻസ്ക് നഗരത്തിലുണ്ട്. ഗ്രീൻ പ്ലസ് ഗോ റെസ്റ്റോറൻറ്റ് ഒരു മികച്ച ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻ്റാണ്. എലാക്കാറ്റെ രീതിയിൽ റാപ്പുകളും സൂപ്പുകളും സാലഡുകളും പാനീയങ്ങളും ഡെസേർട്ടുകളും ഇവിടെ ലഭിക്കുന്നു. ഓരോ സാധനങ്ങൾക്കും വേറെ വേറെ വില ഈടാക്കുന്ന രീതിയാണ് ഇംഗ്ലീഷിൽ എലാക്കാറ്റെ എന്ന് പറയുന്നത്. കേരളത്തിൽ വൈകുന്നേരത്തെ ഭക്ഷണം എലാക്കാറ്റെ രീതിയിലാണ് കൊടുക്കുന്നത്. പൊറോട്ടയ്ക്ക് വേറെ ചാർജും ചിക്കൻ കറിക്ക് വേറെ ചാർജുമാണ് ഈടാക്കുന്നത്. ഭക്ഷണത്തിന് ഒരുമിച്ച് വില ഈടാക്കുന്നതിനെ ഇംഗ്ലീഷിൽ ടാബ്ലൂട്ട് എന്ന് പറയും. കേരളത്തിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നത് ടാബ്ലൂട്ട് രീതിയിലാണ്. ചോറിനും സാമ്പാറിനും പപ്പടത്തിനും വേറെ വേറെ വില ഈടാക്കുകയില്ല. എല്ലാം കൂടി ഒരുമിച്ച് 60 രൂപ വാങ്ങിക്കുന്നു. ഈ രീതിയെ ടാബ്ലൂട്ട് സിസ്റ്റം എന്ന് യൂറോപ്പിൽ വിളിക്കുന്നു. മങ്കി ഫുഡ് റെസ്റ്റോറൻറ്റ് മങ്കികളുടെ പിൻതലമുറക്കാരായ മനുഷ്യർക്ക് പറ്റിയ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു. 10 റൂബിൾ കൊടുത്താൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റും. മനുഷ്യർ മങ്കിയിൽ നിന്ന് പരിണമിച്ചുണ്ടായതല്ലെന്നും ദൈവം ഉണ്ടാക്കിയതാണെന്നും ചില ക്രിസ്ത്യൻ രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ രാഷ്ട്രപതിയായിരുന്ന റൊണാൾഡ് റീഗൻ താൻ പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വമ്പിച്ച ജനപ്രീതി വർദ്ധിക്കുകയുണ്ടായി. എങ്കിലും ഇന്ത്യയിലെ സ്കൂളുകളിൽ പരിണാമ സിദ്ധാന്തമാണ് പഠിപ്പിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സയൻസ് അധ്യാപകരും മനുഷ്യർ കുരങ്ങുകളിൽ നിന്ന് പരിണമിച്ചുണ്ടാക്കിയതാണെന്നും ദൈവം ഉണ്ടാക്കിയതല്ലെന്നും വിശ്വസിക്കുന്നു. ബയലോറഷ്യയിൽ വരുന്ന ടൂറിസ്റ്റുകൾ ഹോസ്റ്റലുകളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു.
കാരണം കൂടുതൽ ആളുകളെ പരിചയപ്പെടുവാനും അനുഭവങ്ങൾ പങ്കുവെക്കുവാനും ഹോസ്റ്റലുകളിൽ അവസരം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മിൻസ്ക് നഗരത്തിലെ റിവർസൈഡ് ഹോസ്റ്റൽ വലിയ സ്പേഷ്യസ് ആയ ലിവിംഗ് റൂമും കിച്ചനും 8 ആളുകൾക്ക് വരെ താമസിക്കാവുന്ന ഡോർമിറ്ററി മുറികളുമുള്ള ഒരു ഹോസ്റ്റലാണ്. ഒരു 3 നില കെട്ടിടത്തിൻ്റെ 1ാമത്തെയും 2ാമത്തെയും നിലകളാണ് ഹോസ്റ്റലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബൈലോറഷ്യയുടെ തലസ്ഥാനമായ മിൻസ്ക് നഗരത്തിൽ മനോഹരമായ ഒരു വിമാനത്താവളം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്തർദേശീയ വിമാനത്താവളമാണെങ്കിലും ദേശീയ വിമാനത്താവളം എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. കാരണം ബൈലോറഷ്യക്കാർക്ക് പണ്ട് മുതലേയുള്ള ഈ പേര് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് അവർ പേര് മാറ്റാൻ തയ്യാറായിട്ടില്ല. 74 രാജ്യങ്ങളിലേക്ക് മിൻസ്ക് നാഷണൽ എയർപോർട്ടിൽ നിന്ന് വിമാന സർവീസുകൾ ലഭിക്കുന്നു. എയർപോർട്ടിൻ്റെ ഉള്ളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലഘുഭക്ഷണശാലയും ഉണ്ട്. ബാങ്കിംഗ് സൗകര്യങ്ങളും പോസ്റ്റ് ഓഫീസും ഹെയർ ഡ്രസ്സറും ഈ എയർപോർട്ടിൽ സജ്ജമാക്കിയിട്ടുണ്ട്.